ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 10 ശ്ലോകം 4-5. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമോ നമഃ. ബുദ്ധിർജ്ഞാനമസമ്മോഹ ക്ഷമ സത്യം ദമഃശമ സുഖം ദുഃഖം ഭവോ അഭാവോ ഭയം ച ഭയമേവ ച. അഹിംസ സമദാ തുഷ്ടി തപോദാനം യശോ അയശ ഭവന്തി ഭാവാ ഭൂതാനാം മത്തയേവ പൃഥഗ്വിദാ. നിത്യാനിത്യ വസ്തുക്കളെ വേർതിരിച്ചറിയുന്ന ബുദ്ധി, അതുമൂലം വരുന്ന വസ്തുബോധം, ഇതുമൂലമുള്ള മോഹമില്ലായ്മ, എന്തിനേയും ക്ഷമയോടെ നേരിടാനുള്ള കഴിവ്, കാപട്യമില്ലായ്മ, ഇന്ദ്രിയ നിഗ്രഹം, മനസ്സിന്റെ ഏകാഗ്രത, സുഖം ദുഃഖം, ഉന്മ ഇല്ലായ്മ, ഭയം ഭയമില്ലായ്മ, അഹിംസ സമഭാവന, സന്തോഷം, തപസ്, ദാനശീലം, യശസ് അയശസ് എന്നിങ്ങനെ ജീവികളിൽ കാണപ്പെടുന്ന നാനാവിധത്തിലുള്ള ഭാവങ്ങളും എന്നിൽ നിന്നു തന്നെ രൂപം കൊണ്ടവയാണ് എന്ന് ഭഗവാൻ പറയുന്നു. ശ്രീമദ് ഭഗവത്ഗീത ഭാവാർത്ഥം: ജീവൻ ഏതു ഭാവത്തിലുള്ളവയായാലും എല്ലാ ജീവഭാവങ്ങളും പരമാത്മാവിൽ നിന്നും രൂപം കൊണ്ടവയാണ്. വിചാരം ചെയ്ത് സത്യാസത്യങ്ങളെ വേർതിരിച്ച് അടിക്കടി സത്യബോധം വളർത്താൻ ഉപകരിക്കുന്ന ഭാവങ്ങളായി ഒരു കൂട്ടമുണ്ട്. സത്യാസത്യങ്ങളെ വേർതിരിച്ച് വിചാരം ചെയ്യാൻ കഴിവുള്ള ബുദ്ധിയുടെ പ്രവർത്തന ഫലമാണ് ജ്ഞാനം. വ്യക്തമായ വസ്തുബോധമാണ് ജ്ഞാനം. ജ്ഞാനം കൊണ്ടാണ് അസമ്മോഹം അഥവാ മോഹമില്ലായ്മ ഉണ്ടാകുന്നത്. അതായത് ജഡപദാർത്ഥങ്ങളുടെ പിന്നാലെ പരക്കം പായുന്നില്ല. മോഹമില്ലെങ്കിൽ ജഡസമ്പർക്കം കൊണ്ടുണ്ടാകുന്ന ദ്വന്ദ്വഭാവങ്ങളെ ചിന്താവിലാപരഹിതനായി സഹിക്കാനുള്ള കഴിവ് വന്നു ചേരും. അതാണ് ക്ഷമ. ക്ഷമ മനുഷ്യ മനസ്സിനെ നിഷ്കപടതയിൽ എത്തിക്കുന്നു. അതുതന്നെയാണ് സത്യം. തുടർന്ന് ഇന്ദ്രിയ രൂപമായ ദമവും മനോജയ രൂപമായ ശമവും വശത്താകുന്നു. അനന്തരം വസ്തുബോധത്തോട് അടുക്കുകയും അകലുകയും ചെയ്യുന്നതിൻ്റെ യശസ്സും അയശസ്സും ബ്രഹ്മത്തെ സമീപിക്കും തോറും യശസ്, അകലും തോറും അയശസ്. സർവം കൃഷ്ണാർപ്പണമസ്തു. ഹരേ ഗുരുവായൂരപ്പ ശരണം.